നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് അനീതിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളം ചോദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പകുതി വില തട്ടിപ്പിൽ നിരപരാധികളെയല്ല യഥാർത്ഥ പ്രതികളെയാണ് പിടികൂടേണ്ടതെന്നും വി.ഡി. സതീശൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ആർ. ബിന്ദു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് മാത്രമേ സ്വകാര്യ സർവകലാശാല അടക്കമുള്ളത് ആലോചിക്കൂവെന്നും മന്ത്രി. തച്ചനാട്ടുകര കുന്നുംപുറം പീലാക്കുന്നിൽ ആരംഭിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ സമരം ശക്തമാക്കി നാട്ടുകാർ. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ക്വാറി വന്നാൽ പ്രദേശത്തെ കുടുംബങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ഇനി ഉത്സവ നാളുകൾ. 10 ദിവസത്തെ ഉത്സവാഘോഷത്തിന് കൊടിയേറി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് അനീതിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളം ചോദിച്ചതെന്നും നിയമസഭ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പകുതി വില തട്ടിപ്പിൽ നല്ല പദ്ധതിയാണെന്ന് കരുതി ചേർന്നവരും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ചേർന്നവരുമുണ്ട്. നിരപരാധികളായ ഒരുപാട് പേർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇത് ഔദാര്യമൊന്നുമല്ല. സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ആ സഹായിക്കാൻ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അവര് പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഭരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിനെ, ഉത്തരാഖണ്ഡിനെ, UP എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവര് നിൽക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെന്റിനോട്, ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെന്റ് ഒന്നുമല്ല, ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളത്തിന് വേണ്ടതെന്നും വയനാട്ടിൽ തീവ്ര ദുരന്തമാണെന്ന് കേന്ദ്രം അംഗീകരിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രകാരം 2000 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഇത് തരാതെ 590 കോടി രൂപ കടമായി തരുന്നത് കേരളത്തെ അപമാനിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണ്. കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണിതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇതെന്താ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടായതൊരു തീവ്ര ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ എന്താ അവകാശമുള്ള അടയ്ക്കണ്ടെന്ന് പറയാൻ? സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ അവര് ഭരിക്കുന്ന ഗവൺമെന്റാണ്, നാഷണൽ ഗവൺമെന്റ്. ഇത് ഔദാര്യമൊന്നുമല്ല. സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സഹായിക്കണം, അല്ലാതെ കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. മറ്റു സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരള സംസ്ഥാനത്തോട് കാട്ടേണ്ട ഒരു മാന്യതയും കാണിക്കാതെ പൂർണ്ണമായ അവഗണനയും പരിഹാസവുമാണിത്. അതിനെതിരെ ശക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പകുതി വില തട്ടിപ്പിൽ നല്ല പദ്ധതിയാണെന്ന് കരുതി ചേർന്നവരും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ചേർന്നവരുമുണ്ട്. നിരപരാധികളായ ഒരുപാട് പേർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ജസ്റ്റിസ് C.N. രാമചന്ദ്രൻ നായരെ പോലുള്ള ഒരാളെ സർക്കാർ ഒരിക്കലും പ്രതിയാക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം തട്ടിപ്പുകാരനാണോ? എല്ലാവരും ബഹുമാനിക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം. എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ച് ഈ പരിപാടി നടത്തിയിരിക്കുന്നവർ ഇതൊരു നല്ല സംരംഭമാണ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്ന് കരുതി ചെയ്തവരും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ്. അവരെ ഒരാളെ ചതിക്കാൻ കൂട്ടുന്നതല്ല, ചീറ്റിംഗ് അല്ല. അപ്പൊ അത് ഏതാണ്? തട്ടിപ്പാണോ, ചതിയാണോ, അല്ലെ ഇതൊരു നല്ല പരിപാടിയാണോ എന്ന് വിചാരിച്ച് ഇതുമായി സഹകരിക്കാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം. കാരണം നിരപരാധികളായ ഒരുപാട് ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരൊന്നും കുറ്റക്കാരാക്കി ഇപ്പോൾ ജസ്റ്റിസ് C.N. രാമചന്ദ്രൻ നായർ അദ്ദേഹത്തെ പോലെ ഒരാളെ കാരണവശാലും സർക്കാർ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അദ്ദേഹം തട്ടിപ്പുകാരനാണ്. അദ്ദേഹം എത്ര ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജഡ്ജാണ്.
എല്ലാവരും ബഹുമാനിക്കുന്ന, നിയമലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. എത്ര ലാഘവത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് എടുത്തത്. അദ്ദേഹം ആരെങ്കിലും പറ്റിച്ചോ, ആരെങ്കിലും ചതിച്ചോ, എന്തെങ്കിലും തട്ടിപ്പ് നടത്തി? അത് ശരിയല്ല ഗവൺമെന്റ് കാണിക്കുന്നത്. നിരപരാധികളെയല്ല, യഥാർത്ഥ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. നിരവധി പേരാണ് ഇരകളായി മാറുന്നത്. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ശ്രദ്ധിക്കണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 50ാം വാർഷിക സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈജ്ഞാനിക മേഖലയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന കാലത്ത് പുതിയ തലമുറയ്ക്ക് അന്തർദേശീയ തലത്തിൽ മത്സരക്ഷമത തെളിയിക്കൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രതിജ്ഞാബദ്ധമാണെന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം നല്ല നിലയിൽ ഏറ്റെടുക്കാൻ കേരളത്തിനായി. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്ന പ്രക്രിയ അതിദ്രുതം ഏറ്റവും കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അഭിമാനപൂർവ്വം തന്നെ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു പുതിയ വകുപ്പ് രൂപീകൃതമായത്. ഈ ഗവൺമെൻറ് ആണെങ്കിൽ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുമെന്നും അതിൻ്റെ പതാക വാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകുമെന്നും ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗവൺമെൻറ് മേഖലയിലുള്ള പൊതുമേഖലയിലുള്ള സർവകലാശാലകളെയും കലാലയങ്ങളെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനത്തിന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കലാലയങ്ങളും സർവകലാശാലകളും സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ഏറ്റവും മോഡേണൈസ്ഡായ ലൈബ്രറികളും എല്ലാമായി ഇന്ന് കാലത്തിൻ്റെ കുളമ്പടിയൊച്ച കേൾക്കുന്നതിന് സജ്ജമാകുന്ന വിധത്തിൽ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് മാത്രമേ സ്വകാര്യ സർവകലാശാല അടക്കമുള്ളത് ആലോചിക്കൂ എന്നും അതിന് കൃത്യമായ നിലപാടുകൾ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തൊഴിൽ നൈപുണ്യം നേടുന്നതിന് ഊന്നൽ നൽകുന്ന 4 വർഷ ബിരുദ കോഴ്സുകളും ജ്ഞാനനിർമ്മിതി ത്വരിതപ്പെടുത്തുന്ന ഗവേഷണ ബിരുദങ്ങളും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നജീബ് കാന്തപുരം MLA PTM കോളേജിൽ പുതിയ ന്യൂജൻ കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വൈവിധ്യമായ കോഴ്സുകളെ കൊണ്ട് ഇതുപോലെയുള്ള ഗവൺമെന്റ് കോളേജുകളെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ സാധിക്കണം. ഇപ്പോൾ നമ്മുടെ കോളേജിൽ പരമ്പരാഗതമായ കൺവെൻഷനലായിട്ടുള്ള നിരവധി കോഴ്സുകളുണ്ട്. എന്നാൽ ആ കോഴ്സുകളിൽ നിന്ന് മാറി ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്ക് ഗവൺമെന്റ് കോളേജുകൾ മാറാതിരുന്നാൽ ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഗവൺമെന്റ് കോളേജുകൾ മുഴുവനും കാലിയാകും എന്നുള്ളതാണ്. അവരുടെ കൈകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയ കുറച്ച് കോഴ്സുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യായ മന്ത്രി തന്നെ വരണം. 3 കോഴ്സുകൾ പുതുതായി അനുവദിക്കുന്ന കാര്യം മന്ത്രി അറിയിച്ചു. ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ കാലത്തിന് അനുസൃതമായ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഈ സർക്കാരിൻ്റെ അവസാന വർഷമാണ് ഇനി വരാനിരിക്കുന്നത്. ആ വർഷത്തിൽ തീർച്ചയായും നമുക്ക് 2 or 3 കോഴ്സുകൾ നമ്മുടെ കോളേജിന് കിട്ടാൻ ഞാൻ മാത്രം മുൻകൈ എടുത്താൽ പോരാ, നിങ്ങളും മുൻകൈ എടുക്കണം. കുട്ടികളുടെ അഭിരുചിക്കൊത്തതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുള്ള അപേക്ഷകൾ കൃത്യമായി സമർപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം അത് നേടിയെടുക്കാൻ ബഹുമാന്യനായ പ്രിൻസിപ്പലും അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. കോളേജിന്റെ സുവർണ ജൂബിലിയുടെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനി അസോസിയേഷൻ, PTA കമ്മിറ്റി, പെരിന്തൽമണ്ണ പൗരാവലി, സ്റ്റാഫ് ക്ലബ്ബ്, സ്റ്റുഡൻസ് യൂണിയൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന 50 പരിപാടികളുടെ പ്രഖ്യാപനം മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി നിർവഹിച്ചു. അലുമിനി ഡാറ്റാ ബാങ്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ, കോഴിക്കോട് സർവകലാശാല
സിൻഡിക്കേറ്റ് അംഗം പി സുശാന്ത്, അലുമിനി പ്രസിഡന്റ് യു അബ്ദുൽ കരീം, PTA വൈസ് പ്രസിഡന്റ് EP രാഘവൻ, QAC കോർഡിനേറ്റർ ഡോക്ടർ P ഫൈസൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ E രാജേഷ്, S അബ്ദുൽ സലാം, K ബാലസുബ്രഹ്മണ്യൻ, അരഞ്ഞിക്കൽ ആനന്ദൻ, MM അജയ്കുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ K സഫ്വാൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ V ബാബുരാജ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജിന്റെ വികസനത്തിന് അടിയന്തരമായി ആവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വിദ്യാർത്ഥി യൂണിയൻ, അലുമിനി അസോസിയേഷൻ, PTA സമിതി, സ്റ്റാഫ് ക്ലബ്ബ് എന്നിവർ മന്ത്രിക്ക് നിവേദനങ്ങൾ കൈമാറി. തച്ചനാട്ടുകര കുന്നുംപുറം പിലാക്കുന്നിൽ ആരംഭിക്കാനിരിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ സന്ധിയില്ലാ സമരവുമായി പ്രദേശവാസികൾ. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് കുന്നുംപുറത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. സ്ത്രീകളും കുട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുന്നുംപുറം പിലാക്കുന്നിൽ കരിങ്കൽ ക്വാറി വന്നാൽ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാകും. 300-ലധികം വീട്ടുകാർക്ക് തീരാ ദുരിതമാകാൻ പോകുന്ന ക്വാറി ആരംഭിക്കാനുള്ള നീക്കം എന്തുവില നൽകിയും തടയുമെന്ന മുദ്രാവാക്യവുമായാണ് ക്വാറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. 53-ാം മൈലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുന്നുംപുറത്ത് സമാപിച്ചു. നാടിന്റെ സൗരജീവിതം തകർത്ത് ക്വാറി പ്രവർത്തിക്കാൻ നാട്ടുകാർ അനുവദിക്കില്ലെന്ന് ക്വാറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി സെക്രട്ടറി PT സലാം പറഞ്ഞു. മുതലാളിമാർ അതിന് ലൈസൻസിന് വേണ്ടി കാര്യങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും രേഖാമൂലം നമ്മൾ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിന് കോരി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് ഓർഡർ അവർ വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് രാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് ഒരു രാത്രി 1 മണിക്ക് ഹിറ്റാച്ചിയിൽ അവിടെ കോറിൽ കൊണ്ടു നിർത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ അതിന്റെ രേഖാമൂലം അതിന് എങ്ങനെ നാടിന്റെ സ്വൈര ജീവിതത്തെ തകർക്കുന്ന കുത്തക മുതലാളിമാർക്കെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് SI സാറെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടി കോരി തുടങ്ങുമെന്നുള്ള ഭീഷണി സ്വരത്തിൽ കുഞ്ഞുമക്കൾ അതായത് അദ്ദേഹം കോറിന്റെ തൊട്ട വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിന്റെ സ്വൈര ജീവിതത്തെ തകർക്കാൻ നമ്മുടെ മക്കളുടെ നമ്മുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ഈ കോരി സംവിധാനത്തെ എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രദേശത്ത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ക്വാറി കാരണം ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഇനിയൊരു ക്വാറി വരാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ക്വാറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി പ്രസിഡന്റ് PT അബൂബക്കർ സഖാഫി പറഞ്ഞു. എല്ലാ നിലക്കും ഈ പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു പദ്ധതിനെ എന്ത് വില കൊടുത്തും നാട്ടുകാരായ ഞാൻ അടക്കമുള്ള ഞാൻ അതിന്റെ ഒരു വ്യക്തിമാണ്. എൻ്റെ വീട് വന്ന് നോക്കിയാൽ അറിയാം. 8ഓളം ഇഞ്ചിൽ എന്ത് ചെയ്യേണ്ടി ഇപ്പോഴും പൊട്ടി നിൽക്കുന്നുണ്ട്. മുമ്പ് ഒരു ചെറിയ കോറി പ്രവർത്തിച്ചാൽ ഇത് അതിഗംഭീരമായ രീതിയിലാണ് തുടങ്ങാനിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഏതറ്റം വരെ നിയമപരമായിട്ട് പോകാനും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ വഴികളും നിയമം ഭരണഘടന എന്തെല്ലാം അനുവദിക്കുന്ന രീതിയിലെല്ലാം ഞങ്ങൾ പ്രതിഷേധിക്കുകയും ഈ കോറി ഇവിടെ ഒരിക്കലും നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേവലം വാചക കസർത്തല്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സമരസമിതി അംഗങ്ങളായ ഷമീർ പട്ടംതൊടി, KP ഫൈസൽ, ഷെരീഫ് പട്ടംതൊടി, മുസ്തഫ പൊന്നീരി, KP മുസ്തഫ, KP അനസ്, T യൂനിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി O അരവിന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതി വർധനവ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വെള്ളിനേഴി പഞ്ചായത്തിന് മുന്നിലും ധർണ നടത്തിയത്. അടക്കേപ്പത്തൂർ, തിരുവാഴിയുടെ വെള്ളിനേഴി യൂണിറ്റുകൾ സംയുക്തമായിട്ടായിരുന്നു ധർണ. അടക്കേപ്പത്തൂർ സെന്ററിൽ നിന്നും പ്രകടനമായാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയത്. ഈ തൊഴിൽ സമൂഹത്തെ യാതൊരു പ്രൊട്ടക്ഷനും നൽകാണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വ്യാപാരികൾ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് തങ്ങളുടെ വീട്ടിലെ ഭാര്യയുടെ ആയാലും കെട്ടുതാലി അടക്കം പണയം വെച്ചുകൊണ്ട് കച്ചവടം നടത്തി വരുന്ന ഈ സാഹചര്യത്തിൽ യാതൊരുവിധ സംരക്ഷണവും വ്യാപാരികൾക്ക് സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം. മറ്റുള്ള ഏത് മേഖല എടുത്താലും അവർക്കെല്ലാം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളും മറ്റും കൊണ്ടും സർക്കാർ അവർക്ക് സംരക്ഷണം നൽകുമ്പോൾ കേരളത്തിലെ വ്യാപാരികൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ തിരിച്ചറിയേണ്ട സമയമാണ് ഇപ്പോൾ. KM സുലൈമാൻ അധ്യക്ഷനായി. കൊച്ചുകുട്ടൻ തിരുവാഴിയോട് P അബു താഹിർ, K കരീം, CP സാദിഖ്, മണികണ്ഠൻ വെള്ളിനേഴി, ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി കണ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഘടനയുടെ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ജില്ലാ പ്രസിഡന്റിന് ഭാരവാഹികൾ കൈമാറി.
അരയ്ക്ക് താഴെ തളർന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച സാന്ത്വനം ദശദിന ക്യാമ്പ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 14 മുതൽ 23 വരെ നഗരസഭയുടെ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലാണ് അരയ്ക്കു താഴെ തളർന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള സാന്ത്വനം ദശദിന ക്യാമ്പ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വീടുകളുടെ ഇരുണ്ട അന്തർഭാഗങ്ങളിൽ ഒതുങ്ങിപ്പോയിരുന്ന വലിയൊരു വിഭാഗം ഭിന്നശേഷി സഹോദരങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്കും സ്വാശ്രയത്വത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും കടന്നു വരുന്നതും അവരുടെ സർഗശേഷിയും കർമ്മോത്സുകതയും സമൂഹത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ സജ്ജരാകുന്നതുമെല്ലാം സകൗതുകം സാഭിമാനം നമ്മളെല്ലാവരും ഈ കാലയളവിൽ കാണുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ സ്വാശ്രയ സംഘങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കോർപ്പറേഷനാണ് അതിന് മുൻകൈയെടുക്കുന്നത്. കുടുംബശ്രീ നടപ്പാക്കിയതുപോലെ ഇത് നടപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് സംസ്ഥാനം ഉടനീളം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് അതിന് മുൻകൈ എടുക്കുന്നത്. കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ഏത് പ്രകാരമാണോ സ്ത്രീകളുടെ ശാക്തീകരണം കേരളത്തിൽ സാധ്യമാക്കിയത്, ആ നിലയിൽ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും തൊഴിലവസരങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താനാകുന്ന സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ കേരള സംസ്ഥാനത്ത് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ എ നസീറ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, K ഉണ്ണികൃഷ്ണൻ എന്നിവരും വി രമേശൻ, കുറ്റിരി മാനുപ്പ, സ്വാതന്ത്ര്യം കോർഡിനേറ്റർ സലീം കീഴിശ്ശേരി, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, നോഡൽ ഓഫീസർ ടി രാജീവൻ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK തുടങ്ങിയവർ പങ്കെടുത്തു. 10 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. മെഡിക്കൽ ക്യാമ്പ്, തൊഴിൽ പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള കൂട്ടായ ചർച്ചകൾ, കലാപരിപാടികൾ, സംവാദങ്ങൾ, വിപണന മേള, മാട്രിമോണി രജിസ്ട്രേഷൻ തുടങ്ങിയ വിവിധ പരിപാടികൾ ക്യാമ്പിൽ നടക്കും. ഇടവേള. വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവത്തിന്റെ ഭാഗമായി സമാദരണ സദസ്സ് നടത്തി. അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനും കൊടിയേറി. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ 10ാമത് ധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും സമാദരണ സദസ്സുമാണ് ശനിയാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്നത്. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ മെമ്പർ KT രാമചന്ദ്രൻ, പ്രീത, VV നീലകണ്ഠൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായി. മാനേജിംഗ് ട്രസ്റ്റി M പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. 10ാമത് ധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താള കലാകാരൻ ചെത്തലൂർ ഹരിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. തന്ത്രരത്നം അഴകത്തെ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റ് പുറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്ക് നൽകി. ആലിപ്പറമ്പ് ശിവരാമ പൊതുവള സ്മാരക എൻഡോമെന്റ് കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും, പൂക്കാട്രി രാമപൊതുവള സ്മാരക എൻഡോമെന്റ് വാദ്യകലാകാരൻ മഞ്ചേരി ഹരിദാസനും സമർപ്പിച്ചു. ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ M മനോഹരൻ, പാരമ്പര്യ ട്രസ്റ്റി I ദേവിദാസൻ, V രാധാകൃഷ്ണൻ, ഉണ്ണിക്കാവുങ്കൽ, C രാധാകൃഷ്ണൻ, വെല്ലിനേഴി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിനും കൊടിയേറി. രണ്ടായിരത്തി 2025-26 വാർഷിക പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് കടമ്പഴിപ്പുറം പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിനും ജലക്ഷേമ പദ്ധതികളായ ലൈഫ് ഭവന പദ്ധതികൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള വാർഷിക പദ്ധതിയാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. വികസന സെമിനാറിനോടനുബന്ധിച്ച് കരട് പദ്ധതി രേഖയുടെ പ്രകാശനം ബ്ലോക്ക് പ്രസിഡന്റ് നൽകിക്കൊണ്ട് MLA നിർവഹിച്ചു. വികസന സെമിനാറിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ആസൂത്രണ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ തനതായ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പദ്ധതികളാക്കി മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു ഗ്രാമപഞ്ചായത്ത് സർക്കാർ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി എങ്ങനെയെല്ലാം സർക്കാർ തലമായി ഇടപെടുന്നു എന്നതിന്റെ ഒരു രൂപരേഖയാണ് സ്വാഭാവികമായും ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന കരട് പദ്ധതി രേഖയും തുടർന്ന് ചർച്ച ചെയ്ത് പൂർണ്ണതയിൽ എത്തിക്കുന്ന പദ്ധതി രേഖയിൽ നിന്ന് അമുഖമായി സൂചിപ്പിക്കുകയാണ്. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ബാലകൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, ബ്ലോക്ക് മെമ്പർ ശ്രീകുമാരി, ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ഷാംബുജം, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി, മെമ്പർ വിനോദ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി M ഹരികൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ C കൃഷ്ണൻകുട്ടി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ രാമചന്ദ്രൻ, സന്തോഷ് കൊല്ലിയാനി, കെ നിഷാദ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടന്നു. വല്ലപ്പുഴ മാട്ടായയിൽ ലഹരി വിരുദ്ധ ജനകീയ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശവുമായി കുട്ടികൾക്കായി ഒഴിവുദിന ഫുട്ബോൾ പരിശീലന കളരിയുടെ ഉദ്ഘാടനവും നടന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിന്റെയും വല്ലപ്പുഴ വിവേകാനന്ദ ലൈബ്രറിയുടെയും മാട്ടായ ഫുട്ബോൾ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ജനകീയ സംവാദ സദസ്സ് നടത്തിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഒരു ദൂഷ്യവശങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ എങ്ങനെ പോകരുത് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ്, അപ്ഡേഷൻ എന്ന പോലെ തന്നെ രക്ഷിതാക്കൾക്ക് കൂടെ അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൂടെ വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ്. കാരണം മുൻകാലങ്ങളിൽ സാധാരണ ഒരു സിഗരറ്റ് നമ്മൾ വലിച്ചു വരുന്ന ഒരാളുടെ അല്ലെങ്കിൽ മദ്യപിച്ചു വരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് അതിന്റെ ഒരു സ്മെല്ലോ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ പെരുമാറ്റ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചറിവുകൾ രക്ഷിതാക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഫുട്ബോൾ പരിശീലന കളരി പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സനിൽ S ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ H ബിനു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ രാധ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ പ്രസിഡന്റ് K ശിവദാസ്, വിമുക്തി കോർഡിനേറ്റർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി B ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഹേമ പ്രദീപ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മോഡറേറ്ററായിക്കൊണ്ട് നടന്ന ലഹരിവിരുദ്ധ ജനകീയ സംവാദ സദസ്സിൽ പിഷാരിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, മാട്ടായ മഹല്ല് സെക്രട്ടറി അഹമ്മദ് TT, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിജീഷ് രാമകൃഷ്ണൻ, റഫീഖ്, മണികണ്ഠൻ, K ഗംഗാധരൻ, മരക്കാർ മുത്തു, ബാലവേദി കോർഡിനേറ്റർ ശ്രീവിദ്യ, പൗരസമിതി പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, വിദ്യാർത്ഥിനികൾ, വയോജനവേദി, വനിതാവേദി, യുവജനവേദി, ബാലവേദി പ്രവർത്തകർ, പട്ടാമ്പി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജേന്ദ്രൻ, സിഒമാരായ അനിൽകുമാർ, വിഷ്ണു, നന്ദു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സ്മിത, MP രവി, നാട്ടുകാർ തുടങ്ങി 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിയും രൂപീകരിച്ചു. ഇന്ന് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ എല്ലാം രാസലഹരികളാണ്. രാസലഹരി എന്ന് പറയുന്നത് ഫാക്ടറിയിൽ കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് രാസലഹരി എന്ന് പറയുന്നത്. ഇതിന് പല പല പേരുകളിലും പല പല രൂപങ്ങളിലും ഉണ്ട്. ഇത് ഒളിച്ചു വെക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വളരെ എളുപ്പമാണ്. നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും പട്ടാമ്പിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 200ഓളം അധ്യാപക പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ സംസ്ഥാന അറബിക് അധ്യാപക സാഹിത്യ മത്സരവും സെമിനാറും നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു മത്സരം. രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഷകളും മഹത്തരമായ ഭാഷകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ അറബിക് ഭാഷ തന്നെയാണ്. എനിക്ക് അറബി ഭാഷയോട് യാതൊരു ബന്ധമില്ല എങ്കിൽ പോലും എല്ലാ ഭാഷകളും ഒരേപോലെ ആദരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. നമുക്കറിയാം, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നത്തെ വിദ്യാഭ്യാസം
ടെക്നോളജിയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പരിജ്ഞാനം അധ്യാപകർക്കും വേണം. മുൻകാലങ്ങളിലെ പോലെ പാഠപുസ്തകങ്ങളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പാഠ്യേതര വിഷയങ്ങളും പാഠ്യവിഷയങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം അവരുടെ പഠനത്തിലൂടെ വരേണ്ടത്. സംഘാടക സമിതി ചെയർമാൻ CA റാസി അധ്യക്ഷനായി. അറബിക് സ്പെഷ്യൽ ഓഫീസർ TP ഹാരിസ്, DDEP സുനീജ, M തമീമുദ്ദീൻ, T ആമിന, B ഷൗക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. الأحجار تكفيكم لقتال خائن وجبان الأحجار تكفيكم لقتال خائن وجبان يا من يفسد الأرض أبي هل عادتم لنا قدسنا وخلصتم من المعتدين أنا إن يوم സംസ്ഥാനത്തെ 14 റവന്യൂ ജില്ലകളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനം ലഭിച്ചവരാണ് സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുന്നത്. സ്റ്റേജിതര മത്സരങ്ങളിൽ 16 ഇനങ്ങളിലായാണ് മത്സരം നടന്നത്. ബോട്ടിൽ ഫ്ലിപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ 6 വയസ്സുകാരൻ വാണിയംകുളം മാന്നന്നൂർ കുന്നത്ത് പ്രസാദിന്റെയും രാരാത്തൊടി രശ്മിയുടെയും മകനായ ദേവാനന്ദാണ് അപൂർവ നേട്ടത്തിന് അർഹനായത്. വെള്ളം നിറച്ച ബോട്ടിലുകൾ നിശ്ചിത സ്ഥാനത്ത് 182 തവണ തുടർച്ചയായി ഫ്ലിപ്പ് ചെയ്തതിനാണ് ദേവാനന്ദിനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തേടിയെത്തിയത്. മനുശ്ശേരി AUP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ. വെള്ളം നിറച്ച ബോട്ടിലുകൾ ഉപയോഗിച്ച് ദേവാനന്ദ് വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് നടത്തുന്നത്. നിരന്തരമായ കഠിന പരിശീലനത്തിലൂടെയാണ് ദേവാനന്ദ് റെക്കോർഡ് സ്വന്തമാക്കിയത്. LKG-യിലാണ് തുടങ്ങിയത്. ടിവിയിൽ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. അമ്മ വീഡിയോ എടുക്കുന്നു. അപ്പോൾ 10, 16, 25 ആകുമ്പോൾ പിന്നെ 30 കഴിഞ്ഞു. ടേബിളുകളിലും സ്റ്റെപ്പുകളിലും ഫ്ലിപ്പിംഗ് നടത്താൻ മിടുക്കനാണ് ദേവാനന്ദ്. ചെസ്സിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ദേവാനന്ദ്. 10 വയസ്സിന് താഴെയുള്ളവരുടെ സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനം ദേവാനന്ദ് നേടിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛൻ പ്രസാദും വാടാനകുറിശി ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയായ രശ്മിയും ദേവാനന്ദിൻ്റെ കഠിന പ്രയത്നങ്ങൾക്കൊപ്പം കൂട്ടായുണ്ട്. LKG മുതൽ യൂട്യൂബിൽ ഇവൻ തന്നെയാണ് ഇതിൻ്റെ ട്രിക്കുകൾ കണ്ട് പിന്നെ അവൻ തനിയെ ചെയ്യാൻ തുടങ്ങി. കുപ്പി നമ്മളോട് ആവശ്യപ്പെട്ടു ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ അവൻ ഓരോ തവണ ഇങ്ങനെ കൂടുതൽ ഇടുമ്പോൾ ഞാനിങ്ങനെ അത് വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ അത് 50 കഴിഞ്ഞു, 100 കഴിഞ്ഞു, പിന്നെ ഒരു 150 കഴിഞ്ഞു, 182 ആയപ്പോൾ നമ്മളിതിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്തിടുകയാണ് ചെയ്തത്. ഇല്ലാതെ 182 ഫ്ലിപ്പ് ചെയ്തതിനാണ് ഇപ്പോൾ റെക്കോർഡ്. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. കാട്ടുകുളം പരിയാനംപറ്റ പൂരത്തോടനുബന്ധിച്ച് കല്ലുവഴി ആലുംകുളം യുവജന സംഘം സംഘടിപ്പിക്കുന്ന പൂരാഘോഷം 18 വരെ ആലുംകുളത്ത് നടക്കും. മേളപ്രമാണിമാരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 6:30 കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച രാഗോത്സവത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. 16 വൈകിട്ട് 6:30 മാർഗി രഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പക നടക്കും. കല്ലൂർ രാമൻകുട്ടിമാരാർ മുഖ്യാതിഥിയാകും. പരിയാനംപറ്റ വടക്കൻപൂരത്തിൻ്റെ മേളപ്രമാണി ശുഗപുരം ദിലീപ്, കിഴക്കൻപൂരത്തിൻ്റെ മേളപ്രമാണി അത്താലൂർ ശിവൻ, പടിഞ്ഞാറൻപൂരത്തിൻ്റെ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിക്കും. രാത്രി 8-ന് പകരാവൂർ കേളീരവം കഥകളിക്കളരി അവതരിപ്പിക്കുന്ന പ്രഹ്ലാദചരിതം കഥകളിയും ഉണ്ടാകും. 17-ന് വൈകിട്ട് 6:30 നടക്കുന്ന കലാസന്ധ്യയും സാംസ്കാരിക സദസ്സും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഏഞ്ചൽ ജോഷി പങ്കെടുക്കും. 18-ന് കാളവേല ദിവസം രാവിലെ 10-ന്
കാളത്തല പൂജ, വൈകിട്ട് 4 നഗരപ്രദക്ഷിണം, 7 ഫ്യൂഷൻ ശിങ്കാരിമേളം, 9-15 ചൈനീസ് വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആലങ്കുളവും പരിസര പ്രദേശങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലുമെല്ലാം നിറഞ്ഞ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് ടീം യുവ ആലങ്കുളം. ശ്രീ പരിയാനംപറ്റ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഇത്തവണ ടീം യുവ 15 മുതൽ 18 വരെ വിവിധ വർണ്ണാഭമായ പരിപാടികളാണ് കട്ടകത്തമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ദിവസം ഫെബ്രുവരി 15-ാം തീയതി ശനിയാഴ്ച രാഗോത്സവ് എന്ന പരിപാടിയാണ് ടീം യുവ സംഘടിപ്പിക്കുന്നത്. മാനസ ജപലഹരി ശ്രീ പ്രശാന്ത് വർമ്മയും കൂട്ടരുമാണ് അത് സമർപ്പിക്കുന്നത്. വിശേഷണങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ പ്രശാന്ത് വർമ്മ. തുടർന്ന് 2-ാം ദിവസം ഫെബ്രുവരി 16 ഞായറാഴ്ച ഒരു ഗംഭീര സദസ്സാണ് ഞായറാഴ്ച ആലങ്കുളത്ത് ഒരുങ്ങുന്നത്. ആദ്യം തായമ്പക, പിന്നീട് കഥകളി. ആശാൻ നമ്മുടെ കൂടെയുണ്ട്, ഡോക്ടർ രാമൻകുട്ടി, കലാമണ്ഡലം രാമൻകുട്ടി. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായി. അപ്പൊ 2ാമത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടിയാണ് ഈ തായമ്പക. എൻ്റെ കലാമണ്ഡലത്തിൽ എൻ്റെ ജൂനിയറും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പല്ലശലക്കാരനായിട്ടുള്ള പല്ലശലയിലെ പ്രസിദ്ധ കഥകളി ചെണ്ട വിദഗ്ധനായിരുന്ന ശ്രീ കലാമണ്ഡലം ചന്ദ്രമന്നാടിയ ആശാന്റെ മരുമകനായിട്ടുള്ള ശ്രീ കലാമണ്ഡലം കൃഷ്ണദാസിന്റെ മകളായിട്ടുള്ള രഹിതയാണ് ഈ കൊട്ടുന്നത് എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷം. വളരെയധികം പ്രശസ്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് ഒരു പ്രത്യേക ആദരവ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കൂടി ഈ സന്ദർഭത്തിൽ കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. വൈഷ്ണവ് കല്ലാട്ട്, ശരൺ അപ്പു, പാട്ടുകാരായ ഭവിൻ വിനോദ്, സി അനഘ തുടങ്ങിയവർ സംഗീത വിരുന്നിൽ അണിനിരക്കും. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽ, ഗജാഞ്ചി, എം വി ശ്രീറാം, കലാമണ്ഡലം രാമൻകുട്ടി, സെക്രട്ടറി പി രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. ഫാക്ടറി വിലയിൽ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഇനി ചെർപ്പളശ്ശേരിയിലും. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള വിപുലമായ കളക്ഷനുമായി അർബൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് കാറൽമണ്ണ ഹെൽത്ത് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായാണ് അർബൻ ഫർണിച്ചർ ഔട്ട്ലെറ്റ് ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ റോഡിൽ ഹെൽത്ത് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാജാദാരിമി തൂത, അബ്ദുൽ സലാം ഹുദവി, മാനേജിംഗ് പാർട്ണർമാരായ അലി, സിദ്ദിഖ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനാണ് അർബൻ ഫർണിച്ചറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനും ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുവാനുമുള്ള സൗകര്യമാണ് വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. സോഫ സെറ്റുകൾ, ടേബിളുകൾ, കസേരകൾ, കട്ടിലുകൾ, കോർണർ സോഫകൾ, ഡൈനിങ് ടേബിളുകൾ, അത്യാധുനിക മോഡലുകളിലുള്ള അലമാരകൾ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലുമാണ് അർബൻ ഫർണിച്ചറിൽ ലഭ്യമാകുന്നത്.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 15 മുതൽ മാർച്ച് 1 വരെ അർബൻ ഫർണിച്ചറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് 10% മുതൽ 30% വരെ ഡിസ്കൗണ്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. പെരിന്തൽമണ്ണ ടീ ടൈമിൽ വാലന്റൈൻസ് ദിനം ആഘോഷിച്ചു. ആഘോഷ പരിപാടിയിൽ കാഞ്ചനമാല മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊച്ചി മില്ലേനിയം സ്റ്റാർസിന്റെ മ്യൂസിക് ഇവന്റും അരങ്ങേറി. നമ്മൾ ആ റിയൽ സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കാഞ്ചന മാമിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, തൊട്ടറിഞ്ഞിട്ടുണ്ട്, ആ പ്രണയമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവനിലേക്ക് വെൽക്കം ചെയ്യാണ് നമ്മുടെ സ്വന്തം കാഞ്ചന മാമിനെ. വാലന്റൈൻസ് ദിനത്തിൽ കാഞ്ചനമാല യഥാർത്ഥ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞു. പ്രണയിച്ചവർക്ക് സ്നേഹാർദ്രമായ ഓർമ്മകളും പ്രണയിക്കപ്പെടാനിരിക്കുന്നവർക്ക് മധുര സ്വപ്നങ്ങളും ഈ പ്രണയദിനത്തിൽ പെരിന്തൽമണ്ണ ടീ ടൈം സമ്മാനിച്ചു. കൊച്ചി മില്ലേനിയം സ്റ്റാർസിൻ്റെ സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. പ്രണയത്തിന് കണ്ണില്ലെന്നാണ് പറയാറുള്ളത്. അത് യാഥാർത്ഥ്യമാണെന്ന് മൊയ്തീനെ പ്രണയിച്ച കാഞ്ചനമാല പറഞ്ഞു. സ്നേഹത്തിൻ്റെ ഒരു നല്ല രൂപമാണ് പ്രണയം. നമുക്കറിയാമല്ലോ, അതിലൊരു പഴമൊഴി തന്നെയുണ്ട്. എത്യോപ്യൻ സ്ത്രീയിലും കരണ്ട സൗന്ദര്യം കാണുന്നു എന്നാണ് പ്രണയിക്കുന്നവർക്ക് ഉള്ള ഒരു പണ്ടേ ഉള്ള ഒരു വാക്കുകൾ. അതായത് എത്യോപ്യൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ നീഗ്രോ വർഗത്തിലെ ഏറ്റവും വിരൂപരായ സ്ത്രീകളാണ്. അവരെ ഹെലൻ്റെ സൗന്ദര്യം കാണുന്ന ഹെലൻ ഗ്രീക്കിലെ സൗന്ദര്യ ദേവതയാണ്. അതാണ് പ്രണയത്തിന് കണ്ണില്ല എന്ന് നമ്മൾ പറയുന്നത്. എന്തിനാണ് മൊയ്തീൻ കാഞ്ചനനെ സ്നേഹിച്ചത്? അല്ല, അങ്ങനെ ഓരോന്നും ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രണയത്തിന് കണ്ണില്ല എന്നതാണ്. സത്യസന്ധമായ പ്രണയമാണ് സ്നേഹത്തിൻ്റെ നല്ല ബന്ധങ്ങൾ വളർത്തുന്നതെന്നും കാഞ്ചനമാല അഭിപ്രായപ്പെട്ടു. പ്രണയത്തിലൂടെ നവദമ്പതികളായ ജിനേഷ്, രോഹിന, സുനീഷ്, ശ്രീഷ്മ എന്നിവർ കാഞ്ചനമാലയെ പൊന്നാട അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. വാലന്റൈൻ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാഞ്ചനമാല കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. നാഷണൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ റസാഖ് മൗലവി, ടീ ടൈം ഡയറക്ടർമാരായ ഹനീഫ താമരശ്ശേരി, CP അഷ്റഫ്, മജീദ് കണ്ടപ്പത്ത്, മാനേജർ ജിൻഡോ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. വന്നവരെല്ലാം ടീ ടൈമിൻ്റെ പുതിയ അറ്റ്മോസ്ഫിയറിൽ പ്രണയഗാനങ്ങൾക്കൊപ്പം മഴയിൽ നനഞ്ഞു. അങ്ങനെ ഈ വാലന്റൈൻസ് ഡേ ഏറെ ആനന്ദകരവും ആഘോഷവുമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് അനീതിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല കേരളം ചോദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പകുതി വില തട്ടിപ്പിൽ നിരപരാധികളെയല്ല യഥാർത്ഥ പ്രതികളെയാണ് പിടികൂടേണ്ടതെന്നും വി.ഡി. സതീശൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ആഗോള നിലവാരത്തിലുള്ള ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ആർ. ബിന്ദു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് മാത്രമേ സ്വകാര്യ സർവകലാശാല അടക്കമുള്ളത് ആലോചിക്കൂവെന്നും മന്ത്രി. തച്ചനാട്ടുകര കുന്നുംപുറം പീലാക്കുന്നിൽ ആരംഭിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ സമരം ശക്തമാക്കി നാട്ടുകാർ. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ക്വാറി വന്നാൽ പ്രദേശത്തെ കുടുംബങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ഇനി ഉത്സവ നാളുകൾ. 10 ദിവസത്തെ ഉത്സവാഘോഷത്തിന് കൊടിയേറി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും സമ്മാനിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.